അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് എന്താണ് വർക്ക് ചെയ്തും വർക്ക് ചെയ്യാതെയും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല കിടലായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതൊന്നുമല്ല, നിങ്ങൾക്ക് ഇതിൽ വർക്ക് ചെയ്തിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. അതല്ല ഒരു വർക്കും ചെയ്യേണ്ട, ജസ്റ്റ് ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്തിട്ടാൽ തന്നെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടലായിട്ടൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ ആപ്ലിക്കേഷൻ എന്താണെന്ന് അറിയാനും ആപ്ലിക്കേഷൻ ഫുൾ ഡീറ്റെയിൽസ്, എത്ര രൂപ വിഡ്രോവൽ ചെയ്യാം, എങ്ങനെ വിഡ്രോവൽ ചെയ്യണം, എങ്ങനെ എന്താ സൈനപ്പ് ചെയ്യണം എന്ന് തുടങ്ങി ഫുൾ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ നിങ്ങൾ വാച്ച് ചെയ്യുക. അതിനുശേഷം മാത്രമേ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് വർക്ക് ചെയ്ത് തുടങ്ങാവുള്ളൂ. അപ്പം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ. നിങ്ങൾ പ്ലേ സ്റ്റോറിൽ വന്നൊരു സെർച്ച് ബട്ടണിൽ കൊടുത്തിട്ട് ഇത് കണ്ടോ, പ്രോൺസ് ആപ്പ് എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് കാണുന്ന ഈ ഒരു പ്രോൺസ് ആപ്പാണ് നമ്മൾ എന്താണ് ഡൗൺലോഡ് ചെയ്യേണ്ടത്. അത് നമ്മളൊന്ന് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്കാണ് വരുന്നത്. ഇത് കണ്ടോ, ഇവിടെ നമുക്ക് അവർ ഓരോ എന്താണ് ചെയ്യേണ്ടതിനെക്കുറിച്ച് അവർ പറയുന്നുണ്ട്. പാസീവ് ഇൻകം 100% പാസീവ് ഇൻകം ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, സ്കിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഗൂഗിൾ ID വെച്ച് ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. എനേബിൾ ചെയ്ത് നമ്മൾ ഗൂഗിൾ ID വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. നമ്മളിവിടെ കണ്ടിന്യൂ കൊടുക്കുക, ദിസ് ടൈം കൊടുക്കുക. ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് എന്ന് പറയുന്നത് ഇതാണ്. ഇവിടെ നമുക്ക് ഇത് കണ്ടോ, ഗെയിം കളിച്ച് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും, സർവീസ് അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് വർക്ക് ചെയ്തും വർക്ക് ചെയ്യാതെയും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഗെയിം കളിച്ചുകൊണ്ടും സർവീസ് അറ്റൻഡ് ചെയ്തുകൊണ്ടും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഗെയിം കളിക്കാനായിട്ട് ജസ്റ്റ് ഇവിടെ പ്രസ് ചെയ്യുക. ഇവിടെ പറയുന്നുണ്ട് ഡു നോട്ട് മിസ് ഔട്ട്, മാക്സിമം യുവർ ഏർണിങ്സ്, എനേബിൾ നോട്ടിഫിക്കേഷൻ ആൻഡ് നെവർ മിസ് ഓപ്പർച്യൂണിറ്റി, ഏൺ ഡബിൾ ഓർ മോർ. അപ്പോൾ നിങ്ങളിതൊന്ന് കണ്ടിന്യൂ കൊടുക്കുക, അലൗ ചെയ്യുക. ഗെയിംസിലേക്ക് വരും. ഓപ്പൺ ഇൻഫോം കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ ഗെയിംസ് വരും. ആ ഗെയിംസിൽ കളിച്ചുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് കണ്ടോ, കൗണ്ടർ മാസ്റ്റർ, ഇത് ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തതാണ്. ഇത് കണ്ടോ, എനിക്ക് ലെവൽ 5, 15, 10 ഒക്കെ ആയപ്പോൾ 0.01 വെച്ച് ഗെയിം കളിച്ച് കിട്ടിയായിരുന്നു. പിന്നെ വന്നിട്ട് ഇത് പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് സർവീസ് അറ്റൻഡ് ചെയ്യാം. സർവീസ് എന്ന് പറയുമ്പം ഷോർട്ട് ടൈം ഉണ്ട്, പിന്നെ ലോങ് ടൈം ഉണ്ട്, മീഡിയം ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ 3 ടൈപ്പിൽ ഏത് സർവീസ് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അതിന് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി ഉണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ സർവേയിലേക്ക് പോകുന്നതാണ്. കണ്ടിപ്പോൾ സർവേയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സർവീസ് ഫില്ല് ചെയ്ത് കൊടുക്കുക, എത്ര കുട്ടികളുണ്ട്. അപ്പോൾ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഡീറ്റെയിൽസാണ് എന്ത് ചെയ്യുന്നത് അവർ ചോദിക്കുന്നത്. നമ്മൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക എന്തെങ്കിലും. അതിപ്പം നമ്മളിത് അടിക്കുമ്പോഴത്തേക്കിന് ഇത് നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷനാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ലേ 0.02 നമുക്ക് ക്യാഷ് കിട്ടി. ക്യാഷ് അല്ല, നമുക്ക് ഡോളറായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് പിന്നെ അത് സർവീസിലേക്ക് എൻട്രി ആയിട്ട് കിട്ടുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, സർവേ അറ്റൻഡ് ചെയ്യേണ്ടത്. ചിലപ്പം ഇപ്പം എന്നോട് കുട്ടികൾ എത്ര, അങ്ങനത്തെ ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളോട് ചിലപ്പോൾ അതായിരിക്കത്തില്ല ചോദിക്കുന്നത്, പേരും പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ചോദിക്കുന്നത്. അപ്പം ഓരോരുത്തർക്കും ഓരോ ടൈപ്പിലുള്ളതാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്താണ് സർവേസ് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതുപോലെ സർവേ ഓപ്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഡെയിലി ചെയ്യണം, അല്ലാതെ ഇടയ്ക്കിടയ്ക്ക് കയറി പിന്നെ കയറാതിരുന്നാൽ നിങ്ങൾക്ക് എന്ത് കിട്ടത്തില്ല, സർവീസ് കിട്ടത്തില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. മാക്സിമം സർവീസ് എല്ലാ ദിവസവും കയറി അറ്റൻഡ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ബാക്കിലോട്ട് പോകാം. ബാക്കി ചെന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് എന്താണ് 2 രീതിയിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുമെന്ന്. അത് ഞാൻ കാണിച്ചു തരാം. ഒന്ന് നിങ്ങൾക്ക് വർക്ക് ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുന്നതിൻ്റെ ഓപ്ഷനാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. ഗെയിം, പിന്നെന്താണ് സർവീസ്,
പിന്നെ വന്നിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്സിനൊക്കെ എന്താണ് ഷെയർ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതാണെങ്കിൽ നിങ്ങൾക്ക് $3 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അവർ ഇൻവൈറ്റ് ചെയ്ത് ജോയിൻ ചെയ്ത് ക്യാഷ് വിഡ്രോവൽ ചെയ്യുമ്പോൾ നിങ്ങൾക്കും പൈസ കിട്ടും. നിങ്ങൾക്കിവിടെ 3 രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ പറ്റും. ഒന്ന് എന്താണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക. കണ്ടോ, എന്താണ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ എന്താണ് പോസ്റ്റ് ഇട്ടുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതല്ലാതെ റെഫറൽ ലിങ്ക് റെഫർ ചെയ്തുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതല്ലാതെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഫ്രണ്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും, റെഫർ ചെയ്യാൻ പറ്റും. ഈ QR കോഡൊക്കെ എനിക്ക് തോന്നുന്നു ഇതൊരു മറ്റ് ആപ്പിനെക്കാട്ടിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ആപ്പാണ്. പിന്നെ വന്നിട്ട് നമ്മൾ പ്രൊഫൈലിലേക്ക് പോവുക. പ്രൊഫൈലിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും ക്യാഷ്, കോസ്റ്റേഴ്സ്, സർവീസ്, ഷെയർ, GB, പോയിൻ്റ്, ഇൻവൈറ്റ്സ്. കണ്ടോ, നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസിനും കിട്ടുന്ന പോയിൻറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് പ്രൊഫൈലിൽ നോക്കിയാൽ അറിയാൻ പറ്റും. ഇനിയും വന്നിട്ട് സെറ്റിങ്സിലേക്ക് പോവുക. സെറ്റിങ്സിൽ വന്നിട്ട് ഇവിടെ നമുക്ക് അക്കൗണ്ട്സ് ഉണ്ട്, പേ ഔട്ട് ഉണ്ട്, ഇൻ്റർനെറ്റ് ഷെയറിങ്. ഇത് കണ്ടോ, ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വർക്ക് ചെയ്യാതെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന വേറൊരു രീതിയാണ് ഇത്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആപ്പ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിപ്പം ഒന്നും യൂസ് ചെയ്യുന്നില്ല, നെറ്റ് വെറുതെ പോവുകയാണ്. ഇപ്പോൾ വൈഫൈ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ ഒരുപാട് നെറ്റ് വെറുതെ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നവർ ഇവിടെ ഈ നെറ്റ് ബാക്ക്ഗ്രൗണ്ട് ഷെയറിങ്ങിൻ്റെ ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ടാൽ നിങ്ങൾക്ക് നെറ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ആ ഷെയറിങ്ങിലൂടെ നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതാണ് ഇവർ പറയുന്നത്. ഇത് കണ്ടോ, ഷെയറിങ് ഇൻ്റർനെറ്റ് ഇവിടെ എനേബിൾ ചെയ്തിരിക്കുക. അല്ല ഇപ്പം നിങ്ങൾക്ക് മൊബൈൽ ഡാറ്റ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇത് എനേബിൾ ചെയ്തിടുക. അല്ല വൈഫൈ ഉള്ളി നിങ്ങൾക്ക് വൈഫൈ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വൈഫൈ മാത്രം ഉപയോഗിച്ചാൽ മതി. എങ്ങനെ ഉള്ളവരാണെങ്കിൽ ഇത് എനേബിൾ ചെയ്തിടുക. രണ്ടാമത്തത് പിന്നെ ഉള്ളത് എൻഷ്യൂർ ബാക്ക്ഗ്രൗണ്ട് ഷെയറിങ്. നിങ്ങളിപ്പോൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ നെറ്റ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് എനേബിൾ ചെയ്തിടുക. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ബട്ടണ് എനേബിൾ ചെയ്തിടുക. നിങ്ങൾക്ക് ഇതിലേത് വേണേലും നിങ്ങളുടെ ഇഷ്ടാനുസരണം എനേബിൾ ചെയ്തിടുക. ഇനി ഇതൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും എനേബിൾ ചെയ്യേണ്ട. മനസ്സിലായോ? അതും എന്ത് ചെയ്യണം, നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ്. ക്യാഷ് അതാകുമ്പോൾ നമുക്ക് വർക്കൊന്നും ചെയ്യേണ്ട, ചുമ്മാ എനേബിൾ ചെയ്തിട്ടാൽ മാത്രം മതി. പിന്നെ പേ ഔട്ട് ഓപ്ഷൻ ആണെങ്കിൽ ഇവിടെ വന്നിട്ട് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ട് 0.220 എനിക്ക് ഇപ്പം വാലറ്റിലുണ്ട്. റിക്വസ്റ്റ് പേ ഔട്ട് കൊടുത്താൽ മതി. മിനിമം പേ ഔട്ട് വന്നിട്ടെന്ന് പറഞ്ഞാൽ $5 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പേ ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് നമുക്ക് പെട്ടെന്ന് തന്നെ ഏൺ ചെയ്യാൻ പറ്റും. ഇൻ്റർനെറ്റ് ഷെയറിംഗ് ഉണ്ട്, ഗെയിമിംഗ് ഉണ്ട്, സർവീസ് ഉണ്ട്, ഫ്രണ്ട്സിന് റെഫർ ചെയ്താൽ മതി. ഇതെല്ലാം ചെയ്യാമെങ്കിൽ ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് $5 ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം.